കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. നന്ദി കർത്താവെ, നന്ദി യേശുവെ, നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ്, ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുള്ള ഭവനത്തെ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച അവിടെ ഒരു ആൺതലമുറയും കൂടെ ആ ഭവനത്തിൽ കാണുന്നുണ്ട്. ഏപ്രിൽ മാസം 7-ാം തീയതി ഞാൻ 7-ാം തീയതി ജനിച്ചതാ. ഏപ്രിൽ 7-ാം തീയതിയാണ്. ആര് ജനിച്ചത് സിസ്റ്റർ? ഞാൻ ജനിച്ച ഏപ്രിൽ 7-ന്. ബ്രദർ, എന്റെ ഹസ്ബൻഡ് ഏപ്രിൽ 7-ആണ് ജനിച്ചത്. എനിക്കൊരു മോനുണ്ട്. ആൺതലമുറയുണ്ട്. എന്റെ മോനുണ്ട്, എനിക്കൊരു മോനുണ്ട്, 2 ആമക്കളുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും ഒരേപോലെ അല്ലേ? ഇത് രണ്ടുപേരും ഒരേപോലെ അല്ലേ? താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഭവനത്തിൽ ഇന്ന് കർത്താവ് ഇന്നൊരു തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടാൻ വേണ്ടി പോവാം. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അവിടെ നമ്മുടെ ഈ സാധാരണ നമ്മുടെ ഷോക്കേഴ്സിലൊക്കെ വെക്കുന്ന മോഡല് കപ്പ് പോലത്തെ ഒരു സാധനം പൊട്ടിയ ഒരു സാധനം വീടിന്റെ അവിടെ ഇരിക്കുന്ന ഒരു ഭവനത്തെ ഞാൻ കാണുന്നു. അതായത് ഇതുപോലത്തെ ഒരു കപ്പോ ഹോൾഡറോ ഈ സാധനം പൊട്ടിയിരിക്കും. അതിന്റെ ഒരു പീസ് അവിടെ ഇല്ല. അത് പൊട്ടിയ പീസ് അവിടെ ഇല്ല. ആ പൊട്ടിയത് അവിടെ ഇരിപ്പുണ്ട്. അത് ഏത് ഭവനത്തിലായിരിക്കും? ഇപ്പം ഈ ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏപ്രിൽ മാസം 7-ാം തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭവനത്തിന്റെ അകത്ത് ഈ കപ്പ്, ഈ സാധനമോ പൊട്ടിയതായിട്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അത് ഏത് ഭവനത്തിന്റെ അകത്താണോ ഇരിക്കുന്നത് ആ ഭവനം മാത്രം ഒന്ന് വീണ്ടും അറിയില്ല. അത് പൊട്ടിയിരിക്കണ്ടോന്ന് അറിയില്ല. അത് നോക്കണം സിസ്റ്ററെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. In the name of Jesus Christ. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. Thank you Holy Spirit. റോഷല ബറകമനസിയാന്തിരി കോഷല കാറബ. In the name of Jesus Christ. In the name of Jesus Christ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് നന്മ കൊണ്ട് സ്വർഗമേ അങ്ങ് നിറയ്ക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യണമേ. എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്താട്ടെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ സാക്ഷ്യമായി അങ്ങ് ഞങ്ങളെ മാറ്റുന്നല്ലോ. അങ്ങയുടെ സാക്ഷ്യമായിട്ട് ഞങ്ങളെ അങ്ങ് മാറ്റുന്നല്ലോപ്പാ. നന്മ കൊണ്ട് കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോപ്പാ. ഹോളി സ്പിരിറ്റ്. യേശുവെ, ഇന്ന് ഭവനങ്ങളെ അങ്ങ് തൊടുന്നല്ലോപ്പാ. എൻ്റെ ഉള്ളത്തില് ഷാലു എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയാം. ഷാലു, ഞാൻ ഈ ഷാലുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ അവിടെ ഞാൻ കാണുന്നത് ഈ 2 തലമുറയെ ഞാൻ ആ ഭവനത്തിൽ കാണുക. ഷാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 തലമുറയെ ആ ഭവനത്തിൽ കാണുക. ഇന്ന് ആ ഷാലുവുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ യേശുവിനെ പറഞ്ഞു. ഷാലുവിന്റെ പെങ്ങളാ. 2 തലമുറയുണ്ട്. എന്റെ മൂത്ത മകന്റെ ഭാര്യ തലമുറയുണ്ട്. എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത് ഈ സമയത്ത് നിങ്ങൾ ഡെലിവറൻസ് മീറ്റിംഗിന്റെ അകത്ത് പ്രാർത്ഥനയോടെ ഇരിക്കാൻ കഴിയുന്നവർ മാത്രം നിങ്ങൾ ഇരിക്കുക. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊന്ന് ലെഫ്റ്റ് ചെയ്ത് പിന്നീട് എപ്പോഴേലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കേട്ടാൽ മതി. കാരണം നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് തടസ്സമാവില്ലേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് സ്പർശിക്കുന്നല്ലപ്പാ. ഓ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ റാസ്പെറ്റേരി കെലിനിയ റൂസറ്റ ബ്രാക്കിമനസ്. ഞാനൊരു സർട്ടിഫിക്കറ്റില് മാർച്ച് 19 എന്നൊരു ഡേറ്റ് ഒരു സർട്ടിഫിക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുക. മാർച്ച് 19 എന്നൊരു ഡേറ്റ് ഒരു സർട്ടിഫിക്കറ്റിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു നന്മ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. മാർച്ച് 19 ബന്ധപ്പെട്ടത്. മാർച്ച് മാസം 19 ബന്ധപ്പെട്ടത്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതൊരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടി പോവാം. നന്ദി യേശു. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഞാനിപ്പോൾ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ കൃപ എന്ന് അവിടെ വെളിപ്പെടുന്നുണ്ടോ അപ്പൊ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹോ പരിക്കലാന സ്വൈക്കന. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവ് ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റിയാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ, ഇന്ന് ഏത് സ്ഥലത്താണോ എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാം. താങ്ക് യു. കേട്ടില്ലായിരുന്നു ബ്രദറെ, കേട്ടില്ലായിരുന്നു. മാർച്ച് 19 എന്നുള്ളൊരു ഡേറ്റ് ഒരു സർട്ടിഫിക്കറ്റിൽ അത് കാണുന്നത്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു പ്രവൃത്തി. നിങ്ങൾക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് കേട്ടില്ലായിരുന്നു ഒന്നും. ഷാലു എന്ന് പറയുന്ന മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് സൗണ്ട് ക്ലിയർ ചെയ്തോട്ടെ. ഞങ്ങൾക്ക് കേൾക്കാമല്ലോ. ഓക്കെ, എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണോ? ഇല്ല ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ക്ലിയർ. ഓക്കെ, ക്ലിയർ ആകാത്തവര് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക് ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യുക. അത് ക്ലിയർ ആയിക്കോളും. നന്ദി കർത്താവേ, നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രദറെ എന്റെ BSc നഴ്സിംഗിന്റെ കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് മാർച്ചിലാണ്. ഞാനൊരു ജോലിക്ക് വേണ്ടി ഇപ്പം അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അത് ഏറ്റെടുത്തോ ദുഷ്ട, അത് കൈവച്ച് പറഞ്ഞോണം. കർത്താവിന്റെ നാമത്തിൽ ഞാനൊരു സാക്ഷിയായിട്ട് അത് മാറുമെന്ന് പറഞ്ഞോണം കേട്ടോ. ദൈവത്താൽ ഒരു നന്മയുണ്ടാക്കും കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ, ഞങ്ങളുടെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനം പറയുന്നത്. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങയുടെ സാക്ഷ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. അപ്പോൾ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നല്ലോ, അങ്ങയുടെ പ്രവൃത്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ശബെനിയ ലബിരിയ ഹല്ലേലൂയ റസറ്റ ബെനിയ ലസൂശല ധേരികമന. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഓ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ ശതറമസിയാന്തിൽ, ഓ റബഖറകബഖസ, ഓ റബഖലസിയാന്തിരികമ ശതറമസിയാന്തിരി, ഓ റികബഖറകലകസിയാന്തിരി. ഞാൻ ഈ രണ്ട് വ്യക്തികൾ എൻ്റെ മനസ്സിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുവാണ്. ഒന്ന് മഞ്ജു എന്നുള്ളൊരു പേരും, രണ്ടാം മഞ്ജുവിൻ്റെ കൂടെ തന്നെ ബിനു എന്ന് പറയുന്ന ഒരു പേരും. മഞ്ജു ബിനു, അതൊരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കാണുന്നത്. മഞ്ജുവിനെയും ബിനുവിനെയും കാണുന്നു. അത് ഏത് ഭവനത്തിൻ്റെ അകത്താണോ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, മഞ്ജുവും ബിനുവും, ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിനുള്ളത്. വലിയൊരു കുരുക്കിൻ്റെ അകത്തൊന്നും അവരിന്ന് അഴിഞ്ഞ് പുറത്തു വരാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകം അവരുടെ ജീവിതത്തിൽ അകത്തുനിന്നും പുറത്തു വരട്ടെ. അപ്പ മഞ്ജു ബിനു എന്റെ അനിയത്തിയുടെ മകളാണ്. പക്ഷെ ബിനു മരിച്ചുപോയി. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. 34 വയസ്സേ ഉള്ളു മോൾക്ക്. ഓക്കെ, ഇത് ഒരു നിമിഷം സിസ്റ്റർ, മറ്റാരെങ്കിലും ഉണ്ടോ ഇതേപോലെ തന്നെ പറയാൻ? ബിനു എന്റെ കസിനാണ്. ബിനുവിന്റെ വൈഫ് മഞ്ജു ആണ്. കസിന, ജീവൻ ഇരിക്കുന്ന ആളാ. എന്റെ വല്യമ്മയുടെ മോന്റെ പേര് ബിനു ആണ്. മാമന്റെ മോളെ പേര് മഞ്ജു.
ഈ രണ്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ, ഇവർക്കൊരു പെൺതലമുറയുള്ളതാരാ? പെൺതലമുറയുള്ള കുടുംബം. രണ്ടുപേർക്കും ഉണ്ട് ബ്രദറെ. ഇല്ല എന്റെ ഇല്ല മരിച്ചുപോയ ബിനുവിന്റെ അവർക്ക് കൊണ്ട് അല്ല പെൺതലമുറ. സിസ്റ്റർ, ഞാൻ ഇപ്പൊ ഉള്ള ആളാ, അതായത് രണ്ട് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബിനുവിന്റെയും രണ്ട് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതായത് ജീവനുള്ള ആളാണ്. അതാണ് എടുത്ത് ഞാൻ ചോദിച്ചത്, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതുകൊണ്ടാണ്. ഇന്ന് ഉണ്ട് കർത്താവിന്റെ ബ്രദറെ. എന്റെ പേര് മഞ്ജുവാ. ഇന്ന് ബിനു, ഞാൻ പേരുള്ള മഞ്ജുവും ബിനുവും ഉള്ള ഭവനമാണ് ഞാൻ കാണുന്നത്. ബിനു അവിടെ ഒരു ബിനു പെൺതലമുറ മോളെ ഹസ്ബൻഡിന്റെ മാമന്. ഒരു ഭവനത്തിലാണ് സിസ്റ്റർ ഞാൻ കാണുന്നത്. ഒരു ഭവനത്തിന്റെ അകത്ത് ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഭവനത്തിന്റെ അകത്താണ് കാണുന്നത്. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കസിയാന്തിരി. ഞാനൊരു വീടിന്റെ അകത്ത് ഈ 2 ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു വീട് എൻ്റെ ഉള്ളത്തിൽ വരിക. 2 ഓട്ടോറിക്ഷ ഒരു ഭവനത്തിൽ തന്നെ കിടക്കുക. 2 ഓട്ടോയുണ്ട്. 2 ഓട്ടോയും ഒരു ഭവനത്തിന്റെ അകത്താണ് കിടക്കുന്നത്. ആ ഒരു ഭവനത്തിന്റെ അകത്ത് ഒരു അടയാളമായിട്ട് ഞാൻ കാണുന്നത്, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പ്രത്യേകിച്ച് ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ഞാനൊരു കാഴ്ച, ഇങ്ങനെ ഒരു ആത്മീയമായിട്ടൊരു ദർശനം കാണുവാണ്. അതായത് ഒരു പെട്ടി, അടയപ്പെട്ട ഒരു പെട്ടി, തുറക്കാൻ കഴിയാതെ, അതിൻ്റെ അകത്തുള്ളതിനെ എടുക്കാൻ കഴിയാതെ, ഇതൊരു ആത്മീയ അർത്ഥമാണ്. പെട്ടി തുറക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് വേണ്ടിയതുള്ളത്. പക്ഷെ അത് കാലങ്ങളായിട്ട് അടഞ്ഞു പോയൊരു അനുഭവമാണ്. എന്നാൽ ഇന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് അൺലോക്ക് ആകുകയാണെന്നാണ് പറഞ്ഞത്. അതേത് ഭവനത്തിൻ്റെ അകത്താണോ ഈ 2 ഓട്ടോറിക്ഷ കിടക്കുന്ന അടയാളമുള്ളത്, യേശുവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി വരട്ടെ, നന്മയുണ്ടായി വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, ഞങ്ങളുടെ സാക്ഷ്യമാക്കി അങ്ങ് അവരെ മാറ്റുന്നുണ്ടോ. അവരുടെ ലൈഫിനെ അങ്ങ് തിരിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതേത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു ബ്രദറെ, എന്റെ ഒരു ഫ്രണ്ടാണ് ജയമ. അവരുടെ വീട്ടിൽ 2 ഓട്ടോ ഉണ്ട്. 2 ഉണ്ട്. 2 ഓട്ടോ ഉണ്ട്. 2 പെൺകുട്ടികളാണ്. ഇളയ കൊച്ചു +2 കഴിഞ്ഞിട്ട് അതിപ്പം 3 വർഷത്തോളമായിട്ട് പഠിക്കാൻ പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ നിൽക്കുക. യുകെക്ക് പോയി പഠിക്കാൻ. അവരുടെ വീടിന്റെ അങ്ങോട്ട് കയറി വരുമ്പോ തന്നെ ഹോളില് ഒരു മാതാവ് മീൻസ് ഒരു അമ്മയുടെ ഫോട്ടോ വെച്ച് കണ്ടിട്ടുണ്ടോ? അത് മാതാവിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു അടയാളമായിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ ഭവനത്തിന്റെ അകത്ത് നാളുകളായിട്ട് വെളിപ്പെടാത്തത് ദൈവം അത് ആ പെട്ടി തുറക്കാൻ കഴിയുന്നില്ല. നന്മ അതിൻ്റെ അകത്താണ്, പക്ഷെ അത് അവർക്ക് എടുക്കാൻ കഴിയും. ഇതൊരു ദർശനമാണ്, ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് വെളിപ്പെടാൻ വേണ്ടി പോട്ടോ. ഹോളി സ്പിരിറ്റ്. മെയ് 6-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ, അതായത് ഒരു ലേഡിയാണ്, ഒരു ആണല്ല, പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. മെയ് 6-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ എൻ്റെ ഉള്ളത്തേക്ക്, ആ വ്യക്തിയുടെ ശരീരത്തിന്റെ മേലൊരു ഡെലിവറൻസിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. മെയ് 6-ാം തീയതി ജനിച്ച ഒരു വ്യക്തി, മെയ് 6 അതാരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു ദൈവിക സ്പർശനം ഇന്നവിടെ ഉണ്ടാവുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്തോണം. ദൈവം നിങ്ങളുടെ ശരീരത്തിന്റെ മേലൊരു വിടുതൽ കൽപ്പിക്കാൻ വേണ്ടി പോവാ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ അങ്ങയുടെ സാക്ഷ്യമായി അങ്ങ് മാറ്റുന്നല്ലോ, അങ്ങയുടെ സാക്ഷ്യമാക്കി അങ്ങ് മാറ്റുന്നല്ലോ. ഹോളി സ്പിരിറ്റ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങ് കർത്താവ് അയക്കുവാൻ വേണ്ടി പോവാം. അതോടൊപ്പം തന്നെ ഞാനൊരു
ഭവനത്തിൻ്റെ അകത്ത് ഈ ഓറഞ്ച് എന്നുള്ളത്, അതായത് നമ്മളിങ്ങനെ ഓറഞ്ച് എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പോലൊരു കാഴ്ച ഞാൻ കാണുക. അതായത് ഓറഞ്ച് എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുക ഒരു ഭവനത്തിൽ, അതൊരു അടയാളമായ ഒരു ഭവനത്തിൽ കാണുക. അതേത് ഭവനത്തിലാണോ ആ എഴുതി വെച്ചിരിക്കുന്നത്, ആ ഭവനത്തിൻ്റെ അകത്ത് അത് എന്താണോ അതിൻ്റെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അതായത് ഓറഞ്ച് എന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ ആ സ്പെല്ലിംഗ് അത് തന്നെയാണ്, ഓറഞ്ചിൻ്റെ സ്പെല്ലിംഗ് തന്നെയാണ്. അതിങ്ങനെ സ്റ്റിക്കർ പോലെ അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്നത് പോലെ ഞാൻ കാണുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അതെന്തിൻ്റെ ഒന്ന് ബന്ധപ്പെട്ടതായിട്ട് കാണിക്കുക. ലോർഡ് ജീസസ് അതുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തി ആരാണ്, അതായത് അതാരാണോ അവിടെ കൊണ്ടുവന്ന് അത് വെച്ചിരിക്കുന്നത്, അതാരാണോ അത് ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകുമെന്നുള്ള വചനത്താൽ പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഷഠന റിയാല കുർസ പ്രകറ്റേരിക്കമനാഖ ശംധയെ ഉഫ്രാസിയെ ടെബേരിയ ലബ്സ്ഫർഗനാലകസ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ സാക്ഷ്യമായിട്ട് മാറട്ടെ അപ്പ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി വേർതിരിക്കുന്നപ്പ എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി. നന്ദി കർത്താവെ, നന്ദി യേശുവെ, നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഷലബന ഹർബിന ലൗസഫ്ര കെറ്റേരിയ ബാറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ കൃപയ്ക്കായി വ്യാപരിക്കുന്നപ്പോൾ ഇന്ന് സൂമിലായിക്കോട്ടെ, ഓൺലൈനിൽ ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, അത് ആ കൊണ്ടുവച്ച വ്യക്തി ആരാണോ അത് ഏറ്റെടുത്തോണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ, അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ ഒരു വ്യക്തി പറയാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, സജിത സിസ്റ്ററൊക്കെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. സിസ്റ്ററുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 6-ാം തീയതിയാണ്. ആർക്കാ സിസ്റ്ററെ? കൊല്ലത്തെ സജിത സിസ്റ്ററുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 6-ആണ്. പുള്ളിക്കാരത്തെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. മ്യൂട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഓക്കെ. ഇടയ്ക്ക് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ല പറയണം. ഞാനിവിടെ ഇടയ്ക്ക് അൺമ്യൂട്ട് ആക്കുമ്പോഴും. അല്ല, അത് സിസ്റ്ററുടെ ഫോണിന് കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തത്. ഓക്കെ, എന്നാ സഹോദരൻ ഏറ്റെടുത്തോളാൻ പറ കേട്ടോ. കർത്താവിന്റെ ഒരു സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ കർത്താവെ. ഞങ്ങളിപ്പോൾ തന്നെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവേ, ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലി കടിച്ചു ഉരുകിപ്പോകുമെന്നുള്ള വചനത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഷലബറകമസ്യ. ഈ എൻ്റെ ഉള്ളത്തില് ഈ സിബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹോദരനായിട്ട് കാണിക്കുന്നത്, അതായത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരനാണ് സിബി. സിബി എന്ന് വിളിക്കുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതായത് ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ ബ്രദറാണ് ഈ സിബി. ഹസ്ബൻഡ് അല്ല, ബ്രദറാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. സിബിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബ്രദർ സിബി ആരാണോ, ഭർത്താവല്ല, സിബി എന്ന് പറയുന്ന ബ്രദർ. സിസ്റ്ററുടെ ആങ്ങളെയാണോ? കർത്താവെ, ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ ഈ 17 എന്നുള്ളൊരു ഡേറ്റ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുക യേശുവിന്റെ നാമത്തിലപ്പ. ഇന്ന് കർത്താവെ, ഞങ്ങളിപ്പോ പോലീസ് സെലക്ഷൻ കിട്ടിയത് 17-ാം തീയതി ഡേറ്റിനാ ബ്രദറെ. പോലീസ് സെലക്ഷൻ കിട്ടിയേക്കുന്ന സെലക്ഷൻ കിട്ടി 17-ാം തീയതിയാ. 17 അല്ലേ? ഈ മാസം ഈ മാസം 17. ഈ മാസം 17 എന്ന് പറയുമ്പോൾ ഡേറ്റ് ആയിട്ടില്ല. ഈ മാസം അല്ല ബ്രദറെ, കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 17-ാം തീയതി. കഴിഞ്ഞ വർഷം കിട്ടിയതാ പുള്ളിക്ക് അല്ലേ?
പറ്റി ബ്രദറെ. ഓ ലോഡ് ചെയ്ത് അത് 17 ഡേറ്റ് ഞാൻ കാണിക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കുന്നു, അവൻ പല്ല് കടിച്ച് ഉരുകി പോകുന്നപ്പ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. പ്രിയമകന്റെ ജീവിതത്തിൽ അപ്പ കർത്താവിലേക്ക് വന്നൊരു വഴിത്തിരിവ് ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാട്ടിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഓ ഹാലേലൂയ റബഹാറബൽക്കരിയ. ദുഷ്ടന്റെ ആശകൾ നശിക്കുവാൻ പല്ല് കടിച്ചുരുകിപ്പോകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിന്റെ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല, ഒരു ദോഷവും വരുത്തത്തില്ല. ഓ റബഖാറൽ മെനൈരിയ ഖറാഖസ്യാൻഡരി. ഓ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഞാൻ ഈ ക്ലാര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു പെൺ തലമുറയും, ക്ലാരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺ തലമുറയും കണ്ടുകൊണ്ടിരിക്കുക. ഈ ചില കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഒരു വല്ലാത്തൊരു കുരുക്കിൻ്റെ അകത്ത് അവരായിക്കിടക്കുക. ക്ലാര എന്ന് പറയുന്ന പെൺ തലമുറയുള്ള വ്യക്തിയാണ് ഈ ഫിനാൻസുമായി, കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു പ്രതിസന്ധിക്കകത്ത് കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ക്ലാരയുമായിട്ട്, പെൺ തലമുറയുള്ള ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവെ, ആ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ ജീവിതത്തിന്റെ അകത്ത്. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യമായി തീരട്ടെ. എല്ലാ പ്രതികൂലങ്ങൾക്കകത്തൊന്നും പുറത്തു വരട്ടെ. കർത്താവ് ജീവിതത്തിന്റെ അകത്ത് കർത്താവ് വലിയൊരു ദിവ്യ സമാധാനം പൊതിയട്ടെ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാം ഷെലബ രഹസ്യാന്തരി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ അലൻ എന്ന് പറയുന്ന ഒരു തലമുറയെ കാണിക്കുവാണ്. ആ കുടുംബത്തിൽ തന്നെ ഞാൻ ഈ ഡിസംബർ എന്നുള്ള മാസം എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ഡിസംബർ എന്നുള്ള ഒരു മാസം ഈ തലമുറയുമായിട്ട്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുക. അലൻ എന്ന് പറയുന്ന തലമുറയും ഡിസംബർ മാസവുമായിട്ട് എന്നാണ് പറഞ്ഞു. ഞങ്ങളുടെ അല്ലന അവന്റെ പപ്പായുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബറിലാണ്. ഡിസംബറിലോ? അലന്റെ അലന്റെ പപ്പായുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബർ 20 പിന്നെ എന്റെ ആങ്ങളെ ഡിസംബറിലാണ്. ഓക്കെ, അലന്റെ പപ്പായാണ് ഡിസംബറിൽ ജനിച്ചേക്കുന്നത് അല്ലേ? അതെ അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ സിസ്റ്റർ, ഞാൻ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അതുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡ്. പിന്നെ അലന്റെ മൂത്ത ചേച്ചി മെഡിക്കൽ ഫീൽഡാണ്. MLT കഴിഞ്ഞിട്ട് ഗൾഫിൽ, ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിലാണ്. മെഡിക്കൽ ഫീൽഡാ. നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് തമ്പുരാനെ, ഇന്ന് ഞാനൊരു കാഴ്ച കാണുന്നത്, ഒരു സർപ്പം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് പോലെ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ അവകാശം പറഞ്ഞ് ചില ദുഃഖവാർത്ത കേൾപ്പിക്കുമെന്ന് വാദിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തന്നെ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നപ്പ സമാധാനം വാഴട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, ക്രിസ്തു മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ സാക്ഷ്യമായി അവർ തീരട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എന്റെ യേശുവേ. പറഞ്ഞു വേറെ കേൾക്കുന്നു. അതായത് ക്ലാര എന്ന് പറഞ്ഞില്ലേ പാസ്റ്റർ? പെൺതലമുറയുള്ള എന്റെ വൈഫാണ് പെൺതലമുറ. അപ്പൊ ഞങ്ങൾക്കൊരു സാമ്പത്തിക കുരുക്കിൽ ഞങ്ങള് പെട്ടിരിക്കുകയാണ്. ക്ലാര എന്നുള്ളത് ബ്രദറിന്റെ വൈഫാണ്. നമുക്കൊരു പെൺതലമുറ. ക്ലാര എന്ന് പറഞ്ഞ എന്റെ വൈഫിന്റെ അമ്മയാണ്. വൈഫിന്റെ അമ്മയാണ്. ഞങ്ങള് കണ്ണൂര് വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഓക്കെ, വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാ. അമ്മയുടെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അന്ന് വല്ലോ? ക്ലാര. അല്ല, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അന്ന് പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരുന്ന്, സുഖമില്ലാതിരിക്കുന്നോണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വന്ന് പ്രാർത്ഥിപ്പിച്ചായിരുന്നു. ഓക്കെ, അതായത് ബ്രദറിന്റെ വൈഫിന്റെ മാതാവ് അല്ലേ? വൈഫ് കുവൈറ്റില്ല. നിങ്ങൾക്കാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് അല്ലേ? അതെ. അതാണ് കൊടുക്കൽ വാങ്ങലുമായി സംബന്ധിച്ച് ഉണ്ടായ ഒരു കുരുക്കാണ്.
ഞങ്ങളൊരു ബാങ്കില് ഞങ്ങളൊരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അത് ഞങ്ങൾ ബാങ്ക് ഒരു ഇത് പൊട്ടിപ്പോയതുപോലായേ. ആ പൈസ എടുത്തവരാരും തിരിച്ചടയ്ക്കുന്നില്ല. ഇപ്പൊ അത് ഇച്ചിരി ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം അതിന്റെ ഇങ്ങനെ ഓരോ കുരുക്കുകൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ്, ഞാൻ ഇന്ന് ആ ബ്ലോക്കിനെ എല്ലാത്തിനും യേശുവിന്റെ നാമത്തിൽ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ, കർത്താവിന്റെ ആമേൻ. നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങി പോകുന്നുള്ള വചനത്താൽ ആമേൻ. പ്രാർത്ഥിക്കുന്നു. സമാധാനം വാഴട്ടെ, സമാധാനം വാഴട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഓ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ റീഖൽബന ശംഖന ലാഖോ കറാഖമനിയ സഖേരിയ റോഷമന കടതിരിക്കമന. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഓ ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഓഷന ബറാഖസ്യാന്തിരി, ഞാൻ ഒരു ബീന എന്ന് പറയുന്നൊരു സഹോദരിയെ കാണുന്നു. 2 ആൺതലമുറകളുള്ള ബീന എന്ന് പറഞ്ഞ സഹോദരിയെ ഞാൻ കാണുന്നത്. അതായത് ഇവരുടെ വീട് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വീടുകൾക്കിടയിൽ ഇവരുടെ വീട് നിൽക്കുന്നത്. അതായത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്. അതായത് റോഡിന്റെ അകത്തുനിന്ന് പിന്നെയും അകത്തോട്ട് കയറിപ്പോയി, റോഡ് സൈഡിൽ നിന്നും പിന്നെ ഉള്ളിലോട്ട് കയറി. അതായത് തൊട്ടടുത്തടുത്ത് വീടുകളുള്ള, അതായത് കുറച്ച് മാറിയല്ല, ഗ്യാപ്പ് ഇട്ടുള്ളതല്ല, അടുത്തടുത്ത് വീടുകളുള്ള, ചുറ്റുവട്ടം അതായത് റൗണ്ടിൽ തന്നെ വീടുകളുള്ള, എൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വീടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ബീന എന്നാണ് ആ സഹോദരിയുടെ പേര്. 2 ആൺതലമുറ എൻ്റെ ഉള്ളത്തിൽ കാണിക്കുവാണ്. ഇന്ന് അത് ഏത് വ്യക്തിയാണോ, ഇന്ന് സൂമിലാണോ ലൈവിലാണോ എവിടെ നിന്നാണോ കേൾക്കുന്നത്, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോവാം. നാളുകളായിട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുക. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. അത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കേട്ടില്ല സിസ്റ്റർ. എന്റെ വീടിന്റെ അടുത്തുള്ള ബ്രദറേയും ബീനയ്ക്കാണോ ആൺതലമുറയുള്ളത്? സിസ്റ്ററെ, 2 ആൺതലമുറയുള്ള ബീന എന്നുള്ള സഹോദരി, ഞാൻ അവരുടെ ഭവനം കാണുമ്പോൾ റോഡ് സൈഡിൽ നിന്നും അകത്തോട്ട് കയറി പോകണം. കുറച്ചും കൂടെ അതായത് അവരുടെ ഇടവും വലവും പുറകും എല്ലാം വീടുള്ള അതായത് ഇവരൊരു നടുക്ക് ഭാഗത്തായിട്ടാണ് ഇവരുടെ വീട് പൊസിഷൻ ഉള്ളത്. ആ വീട് ഏതാണ്? ആ അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ്, ഉറപ്പാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളം പറയുകയാണ്. ഇന്ന് അവരെ തമ്പുരാൻ പറിച്ചവിടുന്ന് മാറ്റും. ഈ ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന സകല വെല്ലുവിളിക്കകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ആ ഭവനം ആരാധനയുടെ ഭവനമായിട്ട് മാറാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോ അത്ഭുത സാക്ഷ്യമായി തീരുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഓ ലോർഡ് ജീസസ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തില് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുക. അവിടെ ജനുവരി മാസം ഈ സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടു. അതിന്റെ അടുത്ത് ഈ ജനുവരി മാസം ഇങ്ങനെ അടുത്ത് ആ തീയതി ഇങ്ങനെ ആ വ്യക്തിയുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി മാസം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആരാണോ ആ സുരേഷുമായിട്ട് ബന്ധപ്പെട്ടത്, സുരേഷന്റെ സഹോദരനാ. ജനുവരി മാസമായിട്ട് എന്നാ സിസ്റ്റർ ബന്ധം? ജനുവരി എന്റെ മോൻ 10-ാം തീയതി ജനിച്ചതാ. സിസ്റ്ററുടെ മോൻ ജനിച്ചേക്കും. ഈ മ്യൂട്ട് മാറ്റിയത് പറയാനുള്ളവർ വല്ലതും ആണോ? അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും ഇത് മൈക്ക് മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററുടെ സഹോദരനാണ് സുരേഷ് എന്നുള്ള, അല്ലേ? അതെ. ജനുവരി മാസം സിസ്റ്ററുടെ മോൻ ജനിച്ചേക്കുന്നല്ലേ? മോൻ. ജീസസ് ക്രൈസ്റ്റ്. റലോ ഫ്രീ ആയിട്ടിരിക്കാൻ മസോഫറ. സിസ്റ്റർ, ഞാൻ ഒരു ഇങ്ങനെ ലീലാമ എന്നുള്ള ഒരു പേരിങ്ങനെ ഒരാളിങ്ങനെ വിളിക്കുന്നതായിട്ട് കേൾക്കുക. ലീനാമ, ലീല എന്നുള്ള പേര്. സോറി, ലീനാമ അല്ലേ? അത് തന്നെ, ലീലാമ എന്നൊരു പേരിങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുക. ഈ പേരൊരാള്, നിങ്ങൾ ഈ സമയത്ത് മ്യൂട്ട് മാറ്റരുത്. ഞാൻ ഈ സംസാരിച്ചു വരുമ്പോൾ എനിക്ക് ഒത്തിരി വാക്കുകൾ ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഓളിയെ നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കുക എനിക്കത് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഈ സൗണ്ട് വരുമ്പോൾ പറയുന്നതെല്ലാം കൂടെ മിക്സ് ആയി പോകുന്നുണ്ട്. ഈ വ്യക്തി ഇങ്ങനെ ഒരു
ലീലാമൻ ആ ലീലാമ്മ ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന അവര് ഇപ്പൊ സ്ഥലം മാറിപ്പോയി. സ്ഥലം മാറിപ്പോയി. ഇന്ന് എന്റെ ഉള്ളത്തിൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു നിയോഗം തരുക. ആണുണ്ട് ബ്രദറെ, എന്റെ പേര് ലീലാമേന്നാ. സൗര, ഞാൻ ആ സുരേഷ് എന്ന് പറഞ്ഞ ആലോചനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സുരേഷ് എന്നുള്ള ആലോചനയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ കുടുംബത്തോടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന റീകോ ഫ്രൈലിയാമസ് ബെറ്റർ അർബീഖന ബൊറൂഷലകബഡക സൈറ്റോ മറൂഷലബന. ഈ ഡിസംബർ മാസം 10-ാം തീയതി ജനിച്ച ഡിസംബർ മാസം ഞാൻ മേളിൽ തലേനെ എടുത്തതാ. ബ്രദറെ എല്ലാവരെയും മ്യൂട്ട് ചെയ്യും ബ്രദറെ. ഇവിടെ മ്യൂട്ടായിരിക്കുമായിരുന്നു. ഡിസംബർ മാസം 10-ാം തീയതി ജനിച്ച തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ഡിസംബർ മാസം 10-ാം തീയതി ജനിച്ച തലമുറയുള്ളത് അതാരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പം ആ തലമുറയുടെ മേലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി പറഞ്ഞു. സിസ്റ്റർ, എന്റെ മോന്റെ കുഞ്ഞ് 10-ാം തീയതിയാണ് ഡിസംബർ 5 വയസ്സാണ് കുഞ്ഞിന്. ഡിസംബർ 10 അതെ അതെ, ഈ ഡിസംബർ ആകുമ്പോൾ 5 വയസ്സാകും കുഞ്ഞിന്. കർത്താവെ, ഞങ്ങൾ പൊതിഞ്ഞ് എന്റെ കൊച്ചുമോളും ഉണ്ട് ഡിസംബർ 10. ഞാൻ ആൺ തലമുറയാണ്, അത് കുഴപ്പമില്ല. ആ സഹോദരി എന്ന് പറഞ്ഞു ആൺ തലമുറയാണ്. ആൺ തലമുറയാണ്. കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, പല്ല് കൂടി ചുരുങ്ങിപ്പോകും. കർത്താവെ, തലമുറയുടെ മുന്നോട്ട് ഞങ്ങൾ അവനെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പോ ഒരനർത്ഥവും അവനെ കയറാതെ വണ്ണം, ഒരാപത്തും അവനെ പിടിക്കാതെ വണ്ണം കർത്താവെ, എന്നാ ഭവനത്തിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ. സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ മൈക്കുകൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നല്ല വോളിയത്തിൽ സൗണ്ടിൽ വെച്ചേക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിച്ച് വരുമ്പോൾ തന്നെ അത് മിക്സായി പോവാണ്, എനിക്കത് ശ്രദ്ധ മാറിപ്പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ ഈ ഡെലിവറൻസ് മീറ്റിംഗ് വെച്ചത് തന്നെ കർത്താവ് ആ ഒരു ദൈവിക ആലോചനയിലൂടെ ഒരു ഡെലിവറൻസ് നിങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുവാൻ, ആ കൃപാവരത്തിലൂടെ നിങ്ങളെ സഹായിക്കുവാനാണ് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയുകയും മറ്റ് ശ്രദ്ധയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത്, നിങ്ങൾക്കാണത് നഷ്ടമായി പോകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നാട്ടെ. എനിക്ക് എപ്പോഴും പറയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും പറയാത്തത്. എല്ലാവരും നിങ്ങളാണ് പ്രാർത്ഥനയോടെ ഇരിക്കേണ്ടത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു മിസ്റ്റർ. ഇപ്പൊ ഒരു ദൂത് പറഞ്ഞില്ലായിരുന്നു, ഡിസംബർ 10 ജനിച്ച ആൺ തലമുറയുള്ള കുഞ്ഞ്. അപ്പൊ എന്റെ അനിയത്തിയുടെ മോൻ, അവൻ ജനിച്ചത് ഡിസംബർ 10. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ. ഓക്കെ. Thank you, Jesus Christ. Thank you, Holy Spirit. Thank you, Holy Spirit. Shibala kena faraspeta lebena karakena swaka raliantiri. Arbikana rakena labzeta briana faruliantiri kama swaka. Oh, farabarabarabana shabarabarabarabana riga diriga masakene ala dusha brandiri. Jana subraketi rikemena lamtifraka rasiantiri hazafa. ഞാനൊരു ഭവനത്തിന് വേണ്ടി 2 വ്യക്തികളെ ഫോക്കസ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഒരു പിതാവിന്റെ, അതായത് പിതാവിന്റെ ജനനം ജനുവരി മാസം. ഒരു പിതാവിന്റെ ജനനം ജനുവരി മാസവും തലമുറയുടെ ജനനം ഒക്ടോബർ മാസവും, ഈ 2 മാസങ്ങളിൽ ജനിച്ച വ്യക്തികളെ കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക.
അതായത് പിതാവ് ജനിച്ചിരിക്കുന്നത് ജനുവരിയിലും തലമുറ ജനിച്ചിരിക്കുന്നത് ഒക്ടോബറിലുമാണ്. ഈ 2 പേരെയും ചേർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ എനിക്കൊരു നിയോഗം വരിക. ഈ 2 വ്യക്തികളുമുള്ള ഭവനം ഏതാണോ, പിതാവ് ജനിച്ചത് ജനുവരിയിലും തലമുറ ജനിച്ചിരിക്കുന്നത് ഒക്ടോബറിലുമാണ്, യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, തലമുറ ഇരട്ടകളാണോ? ഒക്ടോബർ ജനിച്ച തലമുറയാണോ? അവര് ട്വിൻസ് ഒക്ടോബറിലാണ് ജനിച്ചത്. അവരുടെ പപ്പ ജനുവരിയിലാ. അതായത് തലമുറ 2 തലമുറയുണ്ട്, ഇരട്ട പിള്ളേരല്ലേ? അതെ. ഓക്കെ, അവര് ഒക്ടോബറിലും പിതാവ് ജനുവരിയിലാണോ? അവര് ഒക്ടോബർ 27 ഹസ്ബൻഡ് ജാനുവരി. ഇന്ന് 2 പേരെയും ചേർത്ത് പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളത്തിൽ പറയൂ സിസ്റ്ററെ. ഇപ്പൊ 2 തലമുറയുണ്ടല്ലേ, 2 ട്വിൻസും അല്ലേ? അപ്പൊ ഞാനിന്ന് തലമുറകളെയും ഈ ഹസ്ബൻഡിനെയും ചേർത്ത് ഇത് ഒരേപോലെ അവരുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ വെട്ടി മാറ്റുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും. ഓ പരിശുദ്ധാത്മാവ്, കൃപ വ്യാപരിക്കുന്നല്ലപ്പ റഖയില, ഞങ്ങൾ അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ ഭാവിയെ അടച്ചത്, അതിനെ മൂടിയത് യേശുവിന്റെ അധികാരമുള്ള നാമത്തെ റിലീസ് ചെയ്യുന്നപ്പോ കർത്താവിൻ നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോവട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തിക്കാണ്ട് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഏറ്റെടുത്ത ഉസ്റ്റ കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവമാറ്റം. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണമേ കർത്താവ് എന്ന് എല്ലാവരും. മാർച്ച് മാസം 16-ാം തീയതി ജനിച്ച ഒരു അമ്മ, ഒരു മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു നിയോഗം തരുന്നത്. അവരുടെ 2 തലമുറകളെയും പൊതിഞ്ഞു പ്രാർത്ഥിക്കാൻ. മാർച്ച് മാസത്തിൽ 16-നാണ് ഈ സഹോദരി ജനിച്ചിരിക്കുന്നത്. ഈ 2 തലമുറകളെയും പൊതിഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം എൻ്റെ ഉള്ളത്തിൽ വരുവാണ്. അത് ആരാണോ മാർച്ച് മാസത്തിൽ 16 ജനിച്ചിരിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ, കുടുംബത്തെയും ഇപ്പോൾ തന്നെ ഞാൻ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവേ, അങ്ങയുടെ നാമമഹത്വം എന്ന് വെളിപ്പെടട്ടെ, നാമമഹത്വം എന്ന് വെളിപ്പെടട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ലോകത്തിന്റെ ഏത് കോണിരുന്ന് കേൾക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകാൻ വേണ്ടി പോവാ, അതിരുകൾ വിസ്താരമാകാൻ വേണ്ടി പോവാ. ദൈവത്തെ വിളിക്കുന്ന തലം, ദൈവത്തെ വിളിക്കുന്ന കുടുംബം, ദൈവത്തെ വിളിക്കുന്ന ഭവനം, അത് താഴേക്ക് പോകത്തില്ല, ദൈവത്താൽ ഉയർച്ച പ്രാപിക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്തോണെ. കർത്താവിന്റെ സാക്ഷ്യമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പോവാം. നന്ദി പരിശുദ്ധാത്മ. പറഞ്ഞു. നേരത്തെ മ്യൂട്ടി കിടക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ് സുരേഷ് എന്ന് പറഞ്ഞത് എന്റെ ആങ്ങളുടെ മകനും, ഞാൻ എന്റെ പേര് ലീലാമ്മ എന്നുവാ. ജനുവരി ആയിട്ടുണ്ടായിരുന്നു. ജനുവരി എന്നല്ല മാസം ഇടയ്ക്ക് പറഞ്ഞത്. ജനുവരിയില് സുരേഷ് ജനിച്ചത്. ഓക്കെ, ജനുവരി സുരേഷ് ജനിച്ചതും ലീലാമ്മ എന്നുള്ളത് സിസ്റ്റർ അല്ലേ? അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ അത്ഭുതത്തിന് സഹോദരങ്ങളെ, ഞാൻ മ്യൂട്ട് മാറ്റി മടുത്തു കേട്ടോ. ഞാനിപ്പം 3-4 പ്രാവശ്യം അടുപ്പിച്ച് മ്യൂട്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ സൂമിന്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ലോക്കായി പോകും. പിന്നെ നിങ്ങൾക്ക് ആർക്കും മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോവും. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് മുഴുവൻ അൺമ്യൂട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി. അതുകൊണ്ട് ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യാത്തത്. പലതവണ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ലോക്കായി പോകും. അത് ബ്രദർ, ഇതെന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പേരിന് വേണ്ടി കയറുന്നവരാണ് ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളത് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അനുസരണം എന്താ പറയുന്നത്, യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന വചനം പറയുന്നത്. കർത്താവിൽ നിന്ന് വല്ലതും കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും നിങ്ങൾ ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം. ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റിയിട്ടും പിന്നെയും അത് മ്യൂട്ട് മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു പള്ളിക്കകത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സൂംബ്രയിൽ ഇരിക്കണം. പരിശുദ്ധാത്മാവും കർത്താവും നമ്മുടെ ഇടയിലുള്ളതിന്റെ അടയാളങ്ങളാണ് ഈ ദൈവിക ആലോചനകളും പ്രവൃത്തികളും വെളിപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക.
ആ ഭവനത്തിൽ തന്നെ മോഹനനോട് ചേർന്ന് തന്നെ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. മോഹനന്റെ ഭവനത്തിൽ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ഉള്ള ഒരു വ്യക്തിയെ എടുത്ത് തന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ജൂൺ മോഹനൻ എന്റെ ഭർത്താവിന്റെ അനിയനാ. എന്ന് പറഞ്ഞാല് അവന്റെ മകനാ ആശിഷ്. ഈ ജൂൺ മാസവുമായിട്ട് എന്നാ സിസ്റ്റർ അവിടെ കണക്ഷൻ? ആ ഭവനത്തിന്റെ അകത്ത് മോഹനന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ മാസം എന്നെ എടുത്ത് കാണിക്കുക. ജൂൺ മാസം അറിയില്ല പക്ഷേ ജൂൺ മാസം അറിയില്ല. ജൂൺ മാസം എന്നാ പറഞ്ഞേ? അറിയില്ല. ജൂൺ മാസം എന്റെ ബർത്ത്ഡേയാ. മോഹൻ എന്റെ ഒരു മിനിറ്റ്. ആളെയാ. എ അർജുനും അതിരയുവാ. ഓക്കെ, അതായത് ജൂൺ മാസം എന്നുള്ളത് മോഹനന്റെ ബർത്ത്ഡേ ആണ്. പെങ്ങൾ അല്ല, എന്റെ അതായത് എന്റെ ബ്രദറാണ് മോഹനൻ. ഓക്കെ, സിസ്റ്ററുടെ ബ്രദറാണ് മോഹനൻ. എന്റെ ബർത്ത്ഡേ ആണ് ജൂൺ മാസം. സിസ്റ്റർ ആണ് ജൂണിൽ ജനിച്ചേക്കുന്നത്. എ എന്നുള്ളത് മോനാണ് അല്ലെ? മോനും ഉണ്ട് മോളും ഉണ്ട്, ആതിരയും അർജുനും. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ, ഞാൻ ആ ഭവനത്തിന്റെ അകത്തൊരു ഈ മോഹനന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു പിതാവിന് ചിത്രം ഞാൻ കാണുക. ഈ പിതാവിന്റെ കാലത്ത് ഉണ്ടായ ഒരു 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 സംഭവം, അത് തലമുറകളുടെ മേലൊരു ആഫ്റ്റർ എഫക്റ്റ് പോലെ വന്ന് കിടക്കുക കുടുംബത്തിൽ. ഇന്ന് അത് ബ്രേക്ക് ആകുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അതോടൊപ്പം തന്നെ ഒരു ഭവനം ശ്രദ്ധിച്ച് നോക്കുക, കാരണം ആലോചന ശ്രദ്ധിക്കണം. അടയാളവേ, ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അവിടെ ഞാൻ കുഞ്ഞുമോൾ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കാണുക. അതിന് വിളിപ്പേരാണോ ഒഫീഷ്യൽ എനിക്ക് അറിയത്തില്ല. അതേ വീട്ടിൽ തന്നെ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചോണേ, കുഞ്ഞുമോളുള്ള ഭവനത്തിൽ തന്നെ ജോയിനെയും കൂടെ കാണുവാണ്. അതായത് രണ്ട് പേരുകളാണ് ഞാൻ കാണുന്നത്. ഈ രണ്ട് പേരുകൾ ഒരു വീട്ടിലാണ് ഞാൻ കാണുന്നത്. അത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, പകരം ഞാനൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മേലൊരു ജയമെടുക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ആരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണോ, അതായത് ഒരേ പേരുകൾ തന്നെ ഒരു ഭവനത്തിലുള്ളതാണ്, രണ്ട് പേരുകൾ ഒരു ഭവനത്തിൽ തന്നെ ഉള്ളതാണ്. ഇന്ന് അതേത് ഭവനത്തിലാണോ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഇങ്ങനെ എന്താ പറയുക, ഒരു താഴേക്ക് ഇങ്ങനെ ഉന്തിയിടുന്നത് പോലെ ഒരു അനുഭവത്തെ കാണുക. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വന്ന് കർത്താവ് ഞങ്ങളുടെ ദൂതന്മാര് സഹായിക്കുന്നല്ലോ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ. പറഞ്ഞു. കുഞ്ഞുമോളെന്ന് എന്റെ വിളിപ്പേരാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ജോയി. ഹസ്ബൻഡിന്റെ പേരാണ് ജോയി അല്ലേ? സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഒരു സ്ഥലം അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളെ ഉന്തി താഴേക്ക് ഇടാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച. ഇതൊരു ആത്മീക ദർശനമായിട്ട് ഞങ്ങൾ ഒരു പൊക്കത്ത് കൊണ്ടുപോയിട്ട് ഞാൻ മേടിച്ചു നോക്കി എല്ലാം കണ്ടതാ. ഇതൊക്കെ തുറന്നു നോക്കി അതിന്റെ വിലയും നോക്കി, വിലയിനകത്തില്ല. ഇതെന്നെ പ്രശ്നം എന്ന് പറഞ്ഞ ബ്രദറെ, ഈ 374 പേര് നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് ആരൊക്കെയാണ് ഈ മ്യൂട്ട് മാറ്റി വർത്താനം പറയുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. ഞാനിത് ഫുൾ സ്ക്രീനിലാക്കി ഇട്ടേക്കുന്നത് കൊണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് രണ്ടും കൂടെ എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരേ സമയം എനിക്ക് സ്ക്രീനിൽ നോക്കാൻ 3-4 പേര് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, ഒരുമിച്ച് ഒറ്റയാൾ ചെയ്യുന്നു ഓർക്കണം. മുൻപ് ബ്രദർ എന്നെ കോഹോസ്റ്റ് ആക്കി വെച്ചിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പിടിച്ച് ഞാൻ നേരെ ഔട്ടാക്കി കളയുമായിരുന്നു.
അപ്പൊ അത് ഞാൻ പിന്നെ ചെയ്യാത്തതിന്റെ കാരണം, അങ്ങനെ നമ്മൾ ഒരാളെ പുറത്ത് കളിക്കഴിഞ്ഞാൽ പിന്നെ വൺസ് റിമൂവ് ചെയ്താൽ പിന്നെ അവർക്ക് പിന്നീട് ജോയിൻ ചെയ്യാനും ഒക്കെ ഒത്തിരി റിസ്ട്രിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വൺസ് അവരെ റിമൂവ് ചെയ്താൽ, ഈ സൂമിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അങ്ങനെ റിമൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒത്തിരി പാടാണ്. കാരണം അത് സ്പാമിന്റെ ലിസ്റ്റിലോട്ടൊക്കെ കയറിപ്പോവും. പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ വെയിറ്റ് ലിസ്റ്റിലോട്ട് റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാനത് വലിയ ഫോക്കസ് ചെയ്യും. കാര്യം എങ്ങനെയെങ്കിലും അത് കർത്താവിൻ്റെ നാമത്തിലൊരു സാക്ഷ്യമാകട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞല്ലോ. ഓൾറെഡി ഞാൻ ശാരീരികമായിട്ട് ഇച്ചിരി ക്ഷീണം എനിക്കുണ്ട്. എങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ കൂടെ സംസാരിക്കുമ്പം ആ ഒരു ബലത്തിൻ്റെ അകത്ത് കർത്താവ് നിർത്തുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ഈ തലയുടെ പുറക് എനിക്ക് അതുപോലെ ദൈവാത്മാവിൻ്റെ ഒരു ഫ്ലോ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് അതിങ്ങനെ പറഞ്ഞു പോകണം ആലോചനകൾ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഈ തലയുടെ പുറകു വശത്തായിട്ട് അതായത് തലയുടെ പുറകിലും അതിൻ്റെ താഴോട്ട് കഴുത്തിൻ്റെ ആ ഭാഗങ്ങളിലോട്ടും ഈ രണ്ട് ഭാഗങ്ങളിലും സെപ്പറേറ്റ് വേദനയുള്ളവരും ആ ഫുള്ള് വേദനയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഇപ്പൊ സൂമിൽ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ടോ? ആ ഭാഗങ്ങളിൽ കഴുത്തിന്റെ ആ ഭാഗവും അതേപോലെ തന്നെ തലയുടെ ബാക്ക് വശവും, കഴുത്തിന്റെ ഭാഗത്തോട്ടും തലയുടെ ബാക്ക് വശത്തോട്ടും മരവിപ്പും വേദനകളും ബുദ്ധിമുട്ടും ഉള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ സൂമില്? ഉണ്ട്. കൈ വെച്ചേ സഹോദരങ്ങളെ, കൈ എടുത്തു വെച്ച് ഇന്ന് കർത്താവിന്റെ അത്ഭുതം ഏറ്റെടുത്തോണേ. പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ 29-ാം തീയതി നമുക്ക് എവിടെയാ പ്രാർത്ഥന? പത്തനംതിട്ടയില് നമുക്ക് പ്രാർത്ഥനയുണ്ട്. കൈപ്പറ്റൂർ റോഡ് പത്തനംതിട്ടയിലാണ് നമുക്ക് ആ YMC ഹോൾ. അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കിട്ടുന്നതായിരിക്കും. അപ്പം പത്തനംതിട്ടയിലുള്ളവരെ, പത്തനംതിട്ടയുടെ ചുറ്റുവട്ടമുള്ളവരെ, പ്രയർ സ്റ്റേഷനാണ്. കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് വരുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് അതിന്റെ ചുറ്റുവട്ടമുള്ള ജില്ലയിലുള്ള ആൾക്കാരുണ്ട്, തിരുവല്ല അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, അതൊരു കണക്ഷൻ സ്ഥലങ്ങളാണല്ലോ. ആ ഭാഗങ്ങളിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വരിക. പിന്നീട് എപ്പോഴേലും നമുക്ക് ഒരുമിച്ച് അവിടെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നേരിട്ട്. അപ്പം പ്രയർ സ്റ്റേഷനാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. കേട്ടില്ല പറഞ്ഞ ആലോചനയുടെ വാക്കി പറഞ്ഞില്ലായിരുന്നല്ലോ ബ്രദറെ? കുഞ്ഞുമോളും ജോയി ആയിട്ട് സിസ്റ്ററാണ് കുഞ്ഞുമോള്, ഹസ്ബൻഡാണ് ജോയി അല്ലേ? അതെ അതെ സിസ്റ്ററെ, ഞാനൊരു ആത്മീയ ദർശനം കാണുന്ന ഒരു കാഴ്ച, ഒരു സ്ഥലം, ഞാൻ അതായത് ഒരു പൊക്കപ്രദേശമാണ് കാണിക്കുന്നത്. ഒരു ആത്മീയ ദർശനമാണ്. അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ തള്ളി താഴേക്കിടാൻ നോക്കുന്നൊരു ഈവിൾ വർക്ക് ഞാൻ കാണുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, വാഴിക്കത്തില്ലെന്ന് പറഞ്ഞു കൊടുത്ത് കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാം. ഇങ്ങനെ നന്മകൾ വന്ന് അടുക്കി 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 വെക്കുന്നത് പോലെ ദൈവം ചിലതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പോവാം. ജീസസ് ക്രൈസ്റ്റ്. കുടുംബത്തിന്റെ അകത്തുനിന്നും പെട്ടിയും എടുത്തുകൊണ്ട് നന്മയ്ക്കൊരു യാത്ര ദൈവം ഒരാളെ തുറക്കാൻ വേണ്ടി പോവാ. അതായത് ആ കുടുംബത്തിൽ നിന്ന് നന്മയുടെ യാത്ര ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഭയങ്കരമായ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഇതൊരു ഡെലിവറൻസ് ആണ്. ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നപ്പ മണ്ണിനോട് പോരാടി കയറിക്കൂടിയ കാലപ്പഴക്കം ചെന്ന വിഷയത്തെ ഇപ്പോൾ തന്നെ വെട്ടിമാറ്റി വിടുന്നപ്പ ദുഷ്ട പിശാചിന്റെ പദ്ധതി. മോളുടെ ഒരു വിഷയത്തിന്റെ മേലെ ഞങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുവാണ്. ഇന്ന തലമുറയെ ദൈവം തൊടുന്ന ഇഷ്ടം. അവളെ മാനിക്കും കേട്ടോ, അവളെ മാനിക്കും. അവളെ മാനിക്കുന്നതിലൂടെ ചിലരുടെ നാവ് അടയും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് വേദനയുള്ള സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞോട്ടെ, എന്റെ യേശു എന്റെ രോഗത്തെ വഹിച്ചത്. ഒന്ന് മ്യൂട്ട് മാറ്റി പറ, എന്റെ കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചതെന്ന് പറ. എന്റെ കർത്താവ് എന്റെ വേദന ചുമന്നതാന്ന് പറ. എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വ്യാപരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ റൽബീരിയ സെക്കേരിയ. ആ രോഗശക്തിയെ ഞങ്ങൾ ബന്ധിക്കുന്നപ്പ, പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നപ്പ, ആ രോഗത്തിന്റെ ദുരാത്മാവിനോട് കൽപ്പിക്കുന്ന, ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. പ്രിയമക്കളുടെ
കർത്താവെ വേദനകളെ കൊണ്ടിട്ട് രോഗത്തെ കൊണ്ടുവന്നിട്ട് ആ ശാരീരികമായി ദണ്ണിപ്പിക്കുന്ന അനുഭവങ്ങൾ അസ്ഥിക്കകത്ത് ഞരമ്പിന്റെ അകത്ത് ആ സ്കിന്നിന്റെ മേൽ പിശാചിനെ ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രവർത്തികളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയെടുത്ത് വെച്ച സഹോദരങ്ങളെ, കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ലോ റാസ്പെറ്റേരിയ ശിവഹടദൽക്കന ഫറലദിയാൻറ്റേരിയ മസ്യാൻറ്റേരി അർത്തറ്റേരിയ റംദറ്റേരിയ ലംതേരിയ ശബഖടതേരി കബ ലക റക സകറ്റേരിയാൻറ്റേരിബ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, 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 ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈവച്ച് അവിടെ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു തീ ഇറങ്ങട്ടെ. അവിടെ വേദനകളുടെ മേൽ ഒരു തീ ഇറങ്ങട്ടെ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് പവർ ഈസ് മൂവിംഗ്. ആമേൻ, ആമേൻ, ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. വേഗത്തിൽ ചെക്ക് ചെയ്ത സഹോദരങ്ങൾ, ഇപ്പം ആ തലയുടെ ബാക്കിൽ വേദന പറഞ്ഞ സഹോദരങ്ങള് ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും, പെട്ടെന്ന് മ്യൂട്ട് മാറ്റിക്കും, പെട്ടെന്ന് മ്യൂട്ട് മാറ്റിക്കുക. എന്നെ അവിടെ വ്യത്യാസം. കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? നിങ്ങൾ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അവർ മാത്രം മ്യൂട്ട് മാറ്റിക്കും. പറഞ്ഞു സിസ്റ്റർ. എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര പെടലിക്ക് അനക്കാൻ മേലാതെ തലകറക്കമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. തല അനക്കാം. ഇപ്പതേ ആ വേദന അങ്ങ് മാറി. എനിക്ക് എന്റെ യേശു, ഇപ്പൊ ഒട്ടുമില്ല വേദന? ഇല്ല. ഓ, താങ്ക് യു ഫോർ ദ ഹീലിംഗ് ജീസസ്. നന്ദി കർത്താവേ. അടുത്തയാള് ചെക്ക് ചെയ്ത പ്രിയരെ, ആ കൈ അവിടെ വെച്ച് നോക്കിയേ. നടുവിന് വേദനയായിരുന്നു. ആ, 2 മാസമായതാ? 2-3 ദിവസങ്ങള്. 2-3 ദിവസം. ഇപ്പൊ സമയം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും കൈവച്ചവര് ശ്രദ്ധിച്ച്, കൈവച്ചവരെ നോക്കിക്കേ. പ്രാർത്ഥിച്ചിട്ടും ഇപ്പൊ അവിടെ ഒരു മാറ്റം വരാത്തവരെങ്കിലും ഉണ്ടോ? ഉണ്ട്. സൗഖ്യമായവരുമുണ്ട്, സൗഖ്യമാകാത്തവരുമുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇല്ല, ഇല്ല, സൗഖ്യമായിട്ടില്ലാത്തവരാ. നന്ദി കർത്താവേ. അപ്പൊ ചിലർക്ക് സൗഖ്യം ലഭിച്ചുള്ളൂ, ചിലർക്ക് കിട്ടാനുണ്ട് അല്ലേ? നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരുമിച്ച് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി, പിന്നെയും കൽപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് പ്രിയരെ, വിട്ടുകൊടുക്കരുത്. അതുപോലെ തന്നെ ഈ നമ്മുടെ കാൽപ്പത്തിയുടെ മുകളിലോട്ട് അസ്ഥിയുടെ അവിടെ ഈ മുട്ട് വന്ന് നമ്മുടെ മുട്ടിന്റെ ആ സംഭവം വന്ന് ജോയിന്റ് ചെയ്യുന്ന ആ ഭാഗം വരെ അസഹ്യമായ വേദന, ഈ എല്ല് മുതൽ ആ അസ്ഥി മുതൽ ആ നമ്മുടെ മുട്ടുചിരട്ടയുടെ അവിടം വരെ അസഹ്യമായ വേദനകളുള്ള വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ടോ? ഉണ്ട്. ആ, ഉണ്ട്. കൈയെടുത്ത് വെച്ച് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ ഡിസ്കിന്റെ അവിടെ പുകച്ചിലും വേദനയുള്ളവർ, ഭയങ്കര പുകച്ചിലും ഈ ഡിസ്കിന്റെ അവിടെ വേദനയുമാണ്. അവരുണ്ടോ ഇതിന്റെ അകത്ത്? ഡിസ്കിന്റെ അവിടെ പുകച്ചിലും വേദനയുള്ളവര് ഉണ്ട്. ജീസസ് ക്രൈസ്റ്റ്. ലെമോറൂഫന്റെ ജീസസ്. അതോടൊപ്പം തന്നെ ഈ കാലിന്റെ ഒരു തൊടയുടെ ഭാഗങ്ങളിൽ ഈ നീര് കിടക്കുന്നത് പോലെ, നീര് വന്ന് തടിച്ചു കിടക്കുന്നത് പോലെ അനുഭവമുള്ളവരുണ്ടോ? കാലിന്റെ അവിടെ തൊടയുടെ ഭാഗത്ത് തൈസിന്റെ ആ ഭാഗത്ത് നീര് പോലെ, അത് പിടിക്കുമ്പോ അറിയാൻ പറ്റും കല്ലച്ച് നിൽക്കുന്നത്. ഉണ്ട്. ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ്. നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഇന്ന് രോഗമുള്ളവരല്ല, സൗഖ്യമാകാത്തവർ ഈ കൂട്ടത്തിൽ കൈവച്ചോണം. നമ്മളിപ്പോ കൽപ്പിക്കാൻ വേണ്ടി പോവാ. കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചതാ, കർത്താവ് നമ്മുടെ വേദന വഹിച്ചതാ, കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചതാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
Omara Telaba, Simana Rateria, Letori, Letoseke Tekeria Laba. ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ നാമത്തിൽ കൈവച്ച പ്രിയർ തീ കത്താൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധ രോഗത്തെ ദഹിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ കത്തിക്കുന്ന അഭിഷേകത്തിന്റെ തീ, ഓ ജീസസ്, ആ ശരീരങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുക. ഈ സമയത്ത് രോഗികളെല്ലാം കൈവച്ചു. വലിയൊരു തീ കത്താൻ വേണ്ടി പോകുക, ഭയങ്കര ഒരു തീ കത്താൻ വേണ്ടി പോകുക. നീരുകൾ വറ്റും. ഓ ഭറാഠ്യം, അസ്ഥികളുടെ മേൽ ചൂട് പിടിക്കും. ഓ ഭാരാമനിയ, വചനം പറയുന്നു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാ പറഞ്ഞത്. ഇന്നൊരു തീ അവിടെ കത്തട്ടെ. റീഖന റീഠന ബറാലിയ ശമനകട ദലതിന്റെ ഘടതികസിയാന്തിരി ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പ രോഗാത്മാക്കളോട് ഞങ്ങൾ ബന്ധിക്കുന്നതിന്, പൈശാചിക ശക്തിയോട് കൽപ്പിക്കുന്ന ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. ആ രോഗത്തെയും രോഗത്തിന്റെ ദുരാത്മാവിനെയും രോഗബന്ധനത്തെയും രോഗശക്തിയെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൈവച്ച സഹോദരങ്ങളെ, കൈവച്ച് ഓ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ തീ ഇറങ്ങട്ടെ. അപ്പ ക്യാൻസറുകൾ ചാകട്ടെ, ക്യാൻസർ സെല്ലുകൾ ചാകട്ടെ. ഓ ഭരഹന സീഹന ബല കസിയാന്തിരി. ഓ എന്റെ യേശുവേ, നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടം തന്നെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി 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 മെതിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു രോഗവും ഒരു വേദനയും ഒരു ശാപവും ഒരു മരണവും ഒരു വേദനയും ഞങ്ങളുടെ മേൽ ജയമില്ല. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാറകൽ ബിനിയകൽ പുറസിയാന്തിരി ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം വെളിപ്പെടുന്നല്ലപ്പ എന്റെ യേശുവേ. ആ ക്രൂശിലൊക്കെ പ്രിയരെ, കാൽവരി ക്രൂശിലോട്ട് നോക്കിക്കേ പ്രിയരെ, കണ്ണടച്ച് നോക്കിക്കേ. ആ കർത്താവിന്റെ മുറിവിലോട്ട് നോക്കിക്കേ. ആ ഒഴുകി വരുന്ന രക്തം എന്നോട് സംസാരിക്കുക. ആ രക്തം എന്നോട് പറയുന്നു, ഈ മുറിവ് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ രക്തം സംസാരിക്കുന്നു. ആ ബലി രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തം പറയുന്നു, ഈ തിരുമുറിവ് നിങ്ങളുടെ സൗഖ്യമാണ്. ആ മുറിവ് നിങ്ങളുടെ ആരോഗ്യമാണ്. നോക്കി യേശുവിന്റെ മുറിവെ നോക്കിക്കേ. ആ ഒഴുകി വരുന്ന രക്തം എന്നോട് സംസാരിക്കുക. സൗഖ്യമായിരിക്കുന്നു. യേശു രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഡയബറ്റികൾ പൂർണ്ണമായി സൗഖ്യമാകുക. പുതിയൊരു ഇൻസുലിൻ സിസ്റ്റം ഉണ്ടായി വരിക. പുതിയൊരു സിസ്റ്റം വരിക. ആ പ്രഷറിന്റെ വേരിയേഷൻ കൊണ്ടിരുന്ന ബ്ലഡിന്റെ പ്രഷറുകൾ എല്ലാം വേരിയേഷൻ ചേഞ്ച് ആകുകയോ. ആ പൊട്ടാ നിൽക്കുന്ന വെരിക്കോസിന്റെ വേരുകൾ നോർമൽ ആകുക. പുതിയ ഞരമ്പുകൾ പുതിയ സർക്കുലേഷനുകൾ ഉണ്ടായി വരിക. ഹാർട്ട് ബീറ്റുകൾ നോർമൽ ആകുക. മറാഖാസിയമ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഫറാലിഗദസിയാന്തര കൽബരിയ. യേശുവേ, ഞങ്ങൾ പകരുന്നപ്പ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തതാണപ്പ. ആ മുറിവ് ഞങ്ങളുടെ സൗഖ്യമാണപ്പ. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹീലിംഗ് മിനിസ്ട്രി യൂസ് ചെയ്യുന്നപ്പ. ലോർഡ് ജീസസ്, ആമേൻ. സഹോദരങ്ങളെ, പെട്ടെന്ന് ചെക്ക് ചെയ്ത് ആ തിരിഞ്ഞും മറിഞ്ഞും ചാടിയൊക്കെ നോക്കിക്കേ. എന്തുവാ വ്യത്യാസം? പെട്ടെന്ന് ചെക്ക് ചെയ്ത് മടി കൂടാതെ ആ മ്യൂട്ട് മാറ്റി. എന്നാ വ്യത്യാസം പറഞ്ഞേ? എന്റെ പെടലിക്ക് വേദന മാറി, കഴുത്തിന്റെ പുറകിലത്തെ വേദന മാറി. ആദ്യം പറഞ്ഞപ്പോ മാറിയില്ലായിരുന്നു, രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ മാറി. നന്ദി കർത്താവേ, സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്ത് പ്രിയരെ, ചെക്ക് ചെയ്ത് പറഞ്ഞു. എനിക്ക് കാലിന്റെ ഉപ്പൂറ്റി മുതൽ മേപ്പോട്ട് മസിലെല്ലാം വേദനയായിരുന്നു. ഞാൻ അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഞാൻ കൊല്ലത്തായിരുന്നു. അവിടെ വെച്ച് എനിക്ക് പ്രേയറിന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഫുൾ റെസ്റ്റ് എടുക്കാൻ പറയും. ഞാൻ കേൾക്കാതെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വീട്ടില്. പറഞ്ഞില്ല എനിക്ക് വീട്ടിൽ പോയേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ വന്നതാ. ഇന്നലെ ഞാൻ പ്രേയറിന് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ആ വേദന ഒത്തിരി മാറിയായിരുന്നു. മൊത്തം മാറിയില്ല. എനിക്ക് നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ എല്ലിന് പൊടിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സ്റേ എടുത്തപ്പോ അതിന്റെ വേദനയെല്ലാം കൂടെ. അന്നേരം ഡോക്ടർ പറഞ്ഞേക്കുന്നത്, നീ ഇങ്ങനെ ഇത് ഇത്രേ ആവത്തേ ഉള്ളൂ, ഇനി മാറത്തില്ല, പ്രായം കൂടി വരും, വലിയ എല്ല് തങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ടാന്ന് പറഞ്ഞ് പുകയുന്നത്.
ഇപ്പൊ എനിക്ക് നല്ല വ്യത്യാസം ബ്രദറെ. സിസ്റ്ററെ മാറ്റമാണോ സൗഖ്യമാണോ? ഞാൻ നടന്നു നോക്കിയിട്ട് നല്ല കുറഞ്ഞു. അതായത് നേരത്തെ പുകച്ചിലും വേദനയായിരുന്നു, സൗഖ്യമായിരിക്കുന്നു. സിസ്റ്റർ ഡോക്ടർ പറഞ്ഞതാണ് ഇത് മാറത്തില്ലെന്ന് പറഞ്ഞത് അല്ലേ? മാറത്തില്ലെന്ന് പറഞ്ഞ എനിക്കണ്ട് ഒരുപാട് ഗുളികയുണ്ട്. ഒരു രാവിലെ 5 ഗുളിക, പിന്നെ വൈകിട്ട് 3 ഗുളിക, അങ്ങനെ ഒരുപാട് ഗുളികയും കഴിക്കാനുണ്ട്. കൊറേ ഇത് തന്നു വിട്ടേക്കുവാ. പക്ഷെ എനിക്കിപ്പോ അത് നോക്കിയിട്ട് ഞാൻ നടന്നു നോക്കിയിട്ട് എനിക്കത് അറിയുന്നില്ല. വേദന അറിയുന്നില്ല. എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞു, തന്നെ പോയി അവിടെ നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയരെ, നിങ്ങൾ കേട്ടോണം. ഡോക്ടർ നേരിട്ട് പറഞ്ഞതാണ് ഈ പ്രായമായതുകൊണ്ട് ഇനി അസ്ഥികൾ ഉരയുന്നതാണ്, അതിന്റെയാണ് പുകച്ചില്, നടക്കാനും ഒക്കെ സൗകര്യക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഡോക്ടർ നേരിട്ട് പറഞ്ഞതാണ്. ഇനി ജീവിതത്തിൽ അത് നേരെ ആകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞ കേസാണ്. ഇപ്പൊ സൗകര്യം പറയുകയാണ്, ഇപ്പൊ നടന്നു നോക്കി സിസ്റ്റർ, ഇപ്പൊ വേദന എവിടെയുണ്ടോ? ഇല്ല ബ്രദറെ, എനിക്കിപ്പോ ഞാൻ എണ്ണീച്ച് നടന്നിട്ട് എനിക്ക് മറ്റേ നടക്കുമ്പോ ആ മസിൽ അങ്ങനെ വലിഞ്ഞിട്ട് ഒരുമാതിരി ഒരു പിടുത്തോ പുകച്ചിലുമായിട്ട്. എന്റെ യേശുവേ, നിങ്ങൾ കേട്ടെ പ്രിയരെ, വലിയ അത്ഭുതം കണ്ടോ. ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ നുണ പറഞ്ഞാണ്? അല്ല, ഡോക്ടർ സത്യമാ പറഞ്ഞത്, കണ്ടത് പറഞ്ഞതാണ്. ഡോക്ടർ എക്സ്റേ കണ്ടു, അതിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞതാണ്. അസ്ഥി ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, അസ്ഥികൾ ഉരയുന്നതിന്റെ ആണ് ഈ പുകച്ചിലും വേദന. സൗകര്യം നടക്കുമ്പോൾ പോലും അത് വേദനയായിരുന്നു. ഇപ്പം നടന്നു നോക്കി, ചുമ്മാ പറയല്ല, നടന്നു നോക്കിയിട്ട് ഒട്ടും വേദനയില്ല. യേശു സൗഖ്യമാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആ തിരുമുറിവിലോട്ട് നോക്കിയിട്ട് വേണം പറയാൻ. എന്റെ രോഗം അവിടെ ഇരിക്കുക, എന്റെ ശരീരത്തിലെ രോഗം മുഴുവനും അവിടെ ഇരിക്കുക. ആ മുറിക്കപ്പെട്ട മാംസത്തിൽ എന്റെ രോഗം സൗഖ്യമായിരിക്കുന്നു. കണ്ടോ പ്രിയരെ? നടക്ക് സിസ്റ്ററെ, കർത്താവിന് വേണ്ടി ഓടാനുള്ളതാ കേട്ടോ. കൊല്ലത്തല്ലേ? കൊല്ലത്ത് എന്റെ ശരിക്കും ഞാൻ തെന്മലയാണ്. അപ്പൊ തെന്മലയിൽ ഓടി നടന്ന് യേശുവിന്റെ സാക്ഷ്യം പറയാനുള്ള ആളെ, രോഗിയെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. പോയി സൗഖ്യമാക്കുക അനേകരെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി. അടുത്ത ആള് ചെക്ക് ചെയ്തേ പെട്ടെന്ന്. എന്തോ ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഇന്ന് വൈകിട്ട് ബസ്സിന് പോരുന്ന സമയത്ത് ബസ് ഒരു വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് ബസ്സിന്റെ അകത്ത് നിന്നിരുന്ന ഭൂരിഭാഗം ആൾക്കാരും വീണു. പക്ഷെ ഞാനും വേറൊരു ചേച്ചി മാത്രം സ്റ്റെപ്പിലേക്ക് വീണു. ഞാൻ വീണ എൻ്റെ പുറകില് മേത്തേക്ക് ഒരു ചേച്ചി വന്ന് വീണു. പക്ഷെ എഴുന്നേറ്റിട്ട് കയ്യും കാലൊക്കെ വേറെ. സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ. ബ്രദറെ, അപ്പം എവിടെ ബസ്സിന്റെ അകത്ത് വീണു, സ്റ്റെപ്പില് വീണു, ഒരു മിക്ക ആൾക്കാരും വീണു. അതിനകത്ത് ഞാനും വേറൊരു ചേച്ചി മാത്രം സ്റ്റെപ്പിന്റെ അകത്ത് വീണത്. ഞാൻ വീണതിന്റെ പുറകിൽ എന്റെ മുതുകത്ത് ഒരു ചേച്ചി വന്ന് വീണു. ആരൊക്കെയോ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷെ ശരീരം മുഴുവൻ ഭയങ്കര വേദനയായിരുന്നു. കാലിച്ചിരി പൊട്ടിയിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അജീസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ പ്രാർത്ഥനയിലും കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതല്ലെങ്കിൽ കയ്യോ കാലൊക്കെ ഒടിയെന്ന് പറഞ്ഞ അത്രയും വലിയ വീഴ്ചയായിരുന്നു. എഴുന്നേൽക്കുമ്പം ഭയങ്കരമായിട്ട് ചുമന്നിരുന്ന് ശരീരം മുഴുവൻ ഭയങ്കര പെയിനായിരുന്നു. ഒരു അപകടവും കൊണ്ടാണ്ട് ഒരു ഇത്തിരിയോളം പൊട്ടിന്നല്ലാണ്ട് എനിക്ക് ഒരനർത്ഥവും ദൈവം വരുത്തിയില്ല. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട് നമ്മളെ പറ്റി. വചനം പറഞ്ഞതുപോലെ അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം കർത്താവെ അങ്ങ് സൂക്ഷിച്ചല്ലോ. അനേക ഇടങ്ങളിൽ ഇനിയും കർത്താവിന് ആവശ്യമുണ്ട്, ദൈവത്തിന് സാക്ഷിയാക്കാൻ ആവശ്യമുണ്ട്. ദുഷ്ടന്റെ പ്ലാൻ നടക്കത്തില്ല. പറയണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും കേട്ടോ. ദുഃഖഭവനമാകേണ്ട സ്ഥാനത്ത് കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സഹോദരി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ടാതിരിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷ്യമുള്ളവര് മാത്രം മ്യൂട്ട് മാറ്റി പറഞ്ഞോ. എന്റെ കഴുത്തിന്റെ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിലും എല്ലാം വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. ഇങ്ങനെ നമ്മള് കോട്ടുവായൊക്കെ ഇടുവോ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ റൈറ്റ് സൈഡിലെ വേദനയെല്ലാം മാറി. മീൻസ് ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു മരവിപ്പ് പോലെ ഉണ്ട്. അതും
പൂർണ്ണമായ സൗഖ്യം ദൈവം തന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കൈ ഒരു വെച്ച് സാക്ഷ്യം കൂടെ ഉള്ളത്, ആ പറഞ്ഞു സിസ്റ്റർ. കഴിഞ്ഞ ദിവസം ഈ പാസ്റ്റർ ബ്രദർ പിന്നെ മിറാക്കിൾ മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നല്ലോ സാമ്പത്തികത്തിന്റെ. അപ്പോഴ് ആ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അങ്ങനെ വരാനൊന്നും ഒരു സാധ്യതയൊന്നുമില്ല. ഞാനും വന്നിട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായിട്ട് പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടി. ഒരാൾ എനിക്ക് തന്നു. അത് അതിശയമാണ്, ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അത് ഇപ്പൊ ശരിക്കും ഞാൻ ഓർത്തു, ബ്രദർ പ്രാർത്ഥിച്ചപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചാ പ്രാർത്ഥിച്ചത്, എവിടുന്ന് കിട്ടും, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ദൈവത്തിന് നന്ദി, മഹത്വം കൊടുക്കുന്നു. ബ്രദറിന് നന്ദി. ഇപ്പൊ തീർച്ചയായിട്ടും ദൈവം സിസ്റ്റർ. ഒരു കർത്താവ് നമുക്ക് ആ സൗഖ്യം കർത്താവ് കൊടുത്തല്ലോ. കൂടാതെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മിറക്കിൾ മണിയെ ദൈവം ചെയ്തല്ലോ. ഇനിയും അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. ആ കൈവച്ച് പറഞ്ഞോണം, ഒരു രോഗത്തിനും എന്റെ മേൽ അവകാശമില്ല, ഒരു രോഗശക്തിക്കും എന്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യവും ദീർഘായുസുമാണ് എന്റെ അവകാശം. കേട്ടോ സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, കർത്താവ് ആമേൻ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ. പറയാനുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ ഇന്ന് പൈസ ഇല്ലായിരുന്നു. ഇന്ന് പൈസ വന്നു, ലോൺ അടച്ചു. ഇന്ന് രാവിലെ തന്നെ പൈസ വന്നു, ലോൺ അടച്ചു. ആമേൻ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നന്മ തുറക്കും. പറഞ്ഞോണം, ഞാൻ മിറക്കിൾ മണി കാണും. മിറക്കിൾ മണി, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നന്മ എനിക്ക് ഉണ്ടാകും തന്നെ എല്ലാവരും പറഞ്ഞോണം. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷിയുള്ളവരെല്ലാം പെട്ടെന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞ്. സാക്ഷിയുള്ളവര്. ബ്രദർ, ഞാൻ കഴുത്തിന്റെ വേദനക്ക് എന്റെ മോന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. ഓന് പണ്ട് ആക്സിഡന്റ് പറ്റിയിട്ട് ബാക്കിൽ നമ്മളെ കഴുത്തിന്റെ ബാക്കിൽ മെഡുല ഒബ്ലാങ്കട്ടിന്റെ അവിടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതാണേ. അവനെപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്തിട്ട് അവൻ എപ്പോഴും ഇങ്ങനെ കിടക്കുക ചെയ്യാ. ഈ വേദന കൊണ്ടായിരിക്കും, അവ പറയുന്നൊന്നുമില്ല. അപ്പൊ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. നല്ല കറണ്ട് അടിച്ച പോലെ എന്റെ തല ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിരുന്നു കുറെ സമയം. സൗഖ്യമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ ബാംഗ്ലൂരാണുള്ളത്. കർത്താവ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ അടുത്തയാള്. പ്രൈസലോട് ബ്രദറെ, എൻ്റെ മരുമോക്ക് ഇന്ന് വിസ കിട്ടി. ദൈവത്തിന് മഹത്വത്തിനായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി കർത്താവ്, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, കുറച്ച് മുമ്പേ ഒരു മാർച്ച് 16-ന് ഉണ്ടായ തലമുറയുടെ കാര്യം അതിന്റെ ആലോചന മാർച്ച് 16-നാണല്ലോ ബ്രദർ പറഞ്ഞല്ലേ? അതെ അതെ. തലമുറ ഉണ്ടായ ഭവനത്തില് സാമ്പത്തികമായും മറ്റു അനുഗ്രഹങ്ങളൊക്കെ വരുന്നതാണ്. അതൊന്നും ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ട് കിട്ടാത്ത നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം. ആ സമയത്തുള്ള ഞാൻ പറഞ്ഞില്ല, ആലോചനകൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം. ആ ടൈമിൽ, ആ ഒരു ഫ്ലോയിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പിന്നെ അത് കർത്താവ് ഇടപെടും കേട്ടോ. ഗോഡ് ബ്ലെസ്. അത് ഏറ്റെടുത്തു. എന്തായാലും കർത്താവ് സാക്ഷ്യ ദൈവം നമുക്ക് തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ഹലോ ബ്രദറെ. ഹലോ പറഞ്ഞോ. ഹലോ ബ്രദറെ, ഞാൻ എൻ്റെ പേര് സുമ എന്നാണ്. എനിക്കൊരു വലിയൊരു സാക്ഷിയാണ് പറയാനുള്ളത്. ഞാൻ 1 മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ആശുപത്രി ഷോൾഡർ വെയിനായിട്ടാണ് അഡ്മിറ്റ് ആയത്. അവിടുന്ന് കൈമ നീരൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ട് എനിക്ക് MRI സ്കാൻ എടുത്തു. MRI സ്കാൻ എടുത്തപ്പോൾ ഷോൾഡറിൻ്റെ അടിയിൽ ഒരു മുഴാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ വീണ്ടും വേറെ സ്കാൻ ചെയ്തു. ആ മുഴ അവിടെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വീണ്ടും അത് ഷോൾഡറിന് നീര് കൂടി. അപ്പോൾ ഞങ്ങൾ ഞരമ്പിൻ്റെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ മരുന്ന് തന്നു. അങ്ങനെ ആൾ വിട്ടു. പിന്നെ ഓപ്പറേഷന് വേണ്ടി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ ചെന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. അത് ഞാൻ ഈ പ്രയർ കേട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ബ്രദർ പറഞ്ഞിരുന്നു ഷോൾഡർ വേദന ഓപ്പറേഷൻ എല്ലാം നീങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ അന്ന് 2 ദിവസം മുന്നേ പറഞ്ഞു. ഞാൻ കൈവച്ച് ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഒരു വിടുതൽ കിട്ടി ബ്രദറെ.
ദൈവത്തിന് നൂറ് നന്ദി. നന്ദി കർത്താവ്. സോറി പറഞ്ഞതുപോലെ തന്നെ ആ വിഷയം മാറി അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, പറഞ്ഞു. നേരത്തെ മെയ് 6 പറഞ്ഞിട്ട് ഒരു ഇത് പറഞ്ഞായിരുന്നു, ഫിസിക്കലി ഹീലിംഗ് എന്ന് പറഞ്ഞായിരുന്നേ. കേട്ടില്ല സോ സിസ്റ്റർ? മെയ് 6 ജനിച്ച ഒരാൾക്ക് ഫിസിക്കലി ശരീരത്തിന്റെ അകത്ത് വിടുതൽ. അതെ, അത് അത് ഏറ്റെടുത്തു. എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, സലോമി. ആ കുട്ടിക്കാണ് ഫിസിക്കലി ഒരു ഹീലിംഗിന്റെ ആവശ്യമുള്ളത്. ഡയബറ്റിക് ആണ്. സോ ഞാൻ അപ്പൊ തന്നെ ആ കുട്ടിയുടെ അടുത്ത് വോയിസ് ഇട്ട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, യെസ് എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഞാൻ പ്രയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്തണം കേട്ടോ. ആ ഇനി സെക്കൻഡ് ഒരു സംശയം ഞാൻ പറഞ്ഞോട്ടെ. ബ്രദറിന്റെ ഈ ഒരു കൺസേൺ ഞാൻ എടുക്കട്ടെ. എല്ലാ ഈ അഡ്മിനിസ്ട്രേഷൻ സൂമിന്റെ ഇത് ലാപ്ടോപ്പിൽ ഞാൻ ചെയ്യട്ടെ? തീർച്ചയായിട്ടും സിസ്റ്റർ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് വേണ്ടി വരും. എന്തായാലും അത് നമുക്ക് ഞാൻ കുറച്ച് ദിവസം ഇനി ഉണ്ട് ബ്രദർ. അടുത്ത ഫ്രൈഡേ വരെ ഇല്ലെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് സൂമിൽ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്ക് ഒരാഴ്ച ഇത് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞതാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാതെ, ഞാനും ഉണ്ട് ഇവിടെ, രാജു ഉണ്ട് ഇവിടെ, ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യാം. കുഴപ്പമില്ല സിസ്റ്റർ. ഞാനത് അപ്ഡേറ്റ് ചെയ്യട്ടോ കേട്ടോ. ഞാൻ അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ്. കാരണം വെച്ചാൽ യാത്രയിലായെങ്കിലും ഞാൻ അവിടെ നിന്ന് നിങ്ങളോട് ജോയിൻ ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എന്താ പറയുന്നത്, ആ യാത്രയുടെ കാര്യങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ആ ടൈം ഗ്യാപ്പ് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ എന്തായാലും നാളെ കറക്റ്റ് പറയാം കേട്ടോ. ശരി, നമുക്ക് ആൾക്കാരോട് ഹാർഷ് ആവാനും പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. സോ അതെ അതെ, തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യുന്ന സിസ്റ്റർ. നാളെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? ബ്രദറ്, ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഇപ്പം എന്റെ മരുമോൻ ഡൽഹിയിലെ പുള്ളി, മലയാളം അറിയത്തില്ല, പക്ഷെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അന്നേരം മരുമോന് 3 ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. പ്രാർത്ഥിച്ചപ്പോ അത് കംപ്ലീറ്റ് മാറി. അന്നേരം എന്നോട് ചോദിച്ചൊന്ന് പറയാവോ എന്ന്. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു 3 ദിവസമായിട്ട്. അതിപ്പോ പ്രാർത്ഥിച്ചപ്പോ മാറി. അപ്പൊ അതൊന്ന് ടെസ്റ്റ് മണി പറയാൻ വേണ്ടിട്ട് അവര്. നന്ദി കർത്താവ്. ദൈവം അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ ബ്രദറെ? പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഇന്നലെ വോയിസ് ഇട്ടായിരുന്നു ബ്രദറിന് എന്റെ ഒരു ഭവനത്തിലെ ഒരു പ്രശ്നത്തെ കുറിച്ച്. പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചു. വളരെ മാറ്റമുണ്ട് ബ്രദറെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി. യേശുവേ നന്ദി കർത്താവ്. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ. എൻ്റെ റിലേഷനാണ്. നമ്മളെ റെയിൽവേ കോളനിയിലാണ്, പാലക്കാട്. അവര് ഒരു ബന്ധുവാണ്. അപ്പൊ അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ആ പയ്യൻ എറണാകുളത്ത് പോയി 3 മാസം വരെ പോയി കഴിഞ്ഞ ഉടനെ ആ പയ്യൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. എന്നെ വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ പയ്യൻ സ്വിച്ച് ഓണാക്കി വെച്ചു. പിന്നെ സംസാരിച്ചു. പിന്നെ അവരിപ്പോൾ പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലാണ്. വലിയൊരു അനുഗ്രഹമാണ് അവിടെ നടന്നു. എന്നും ഞാൻ വിളിച്ചു ചോദിക്കും, വചനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബ്രദർ. അപ്പോൾ അത് എന്നും ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞു. വലിയൊരു അനുഗ്രഹമാണ് അവർ ജീവിതത്തിൽ നടന്നു. ഒരുപാട് നന്ദി പറഞ്ഞു ദൈവത്തിന്. പിന്നെ ഇതിൽ നമ്മളെ ഈ പ്രയറിൽ വന്ന ശേഷം ബ്രദർ ഞാൻ അനേകം പേർക്ക് പ്രാർത്ഥിക്കുന്ന സൗഖ്യമാകും, വചനം അറിയുന്നത്. മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആവില്ല. ഇപ്പോൾ വചനം നിറഞ്ഞ് എന്നും ബൈ ഹാർട്ടാണ് വചനങ്ങൾ. ഞാൻ അനേകം പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും ഈ വചനം. അതേപോലെ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഒരുപാട് സന്തോഷം. ദൈവത്തിനും പറയണം, കുടുംബത്തിനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അനേകരെ കർത്താവ് വിടുവിക്കാൻ ഇനിയും സഹായിക്കട്ടെ. അനേകർക്ക് നടുവിൽ കർത്താവിന്റെ സാക്ഷ്യമായിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഒരു വിഷയം പറയട്ടെ ബ്രദർ? പ്രയർ റിക്വസ്റ്റ് ആണെങ്കിൽ ഇന്ന് ബാലൻ ഡിസ്ചാർജ് ആയി. പക്ഷെ അവര്
ഒന്നിനും കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ 2 കിഡ്നിയും പോയി അവരുടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡയാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പുതിയ അവയവം ദൈവം തരും പറഞ്ഞു. പക്ഷെ അവർക്ക് എങ്ങനെയോ ബ്ലഡ് പോണു ശരീരത്തിൽ നിന്ന്. യൂറിനിലാണോ ടോയ്ലറ്റിലാണോ എന്നറിയില്ല. ഞാൻ അത്ര നേരം ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവര് ബ്ലഡിന് ആഴ്ചയിൽ ഒരു ദിവസം ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിരുന്നു, ബ്ലഡ് നിൽക്കാൻ. അതിന് ടെസ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആളാകെ വീക്കായി ടെൻഷനിലിരിക്കുകയാണ്, മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുകയാണ് എമൗണ്ട് കൊടുത്തതിൽ. ആ ടെൻഷൻ മാറണേ ഇല്ല. ഞാൻ പറഞ്ഞു ലഭിച്ചു എന്ന് വിശ്വസിച്ച് ഇന്നാലും അത് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സഹോദരി പ്രയറിൽ കയറുന്നുണ്ട് ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് അത് സഹായിക്കും കേട്ടോ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ്. കർത്താവിന്റെ സാക്ഷ്യമാക്കുക. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു ബ്രദറെ, ദൂത് പറഞ്ഞപ്പോഴേ എന്റെ ഫോൺ ഒന്ന് ഇതായി പോയി, റേഞ്ച് ഇല്ലായിരുന്നേ. അങ്ങനെ എനിക്കത് കേൾക്കാൻ പറ്റിയില്ല, കുറച്ചേ കേട്ടുള്ളായിരുന്നു. ഷാലു എന്ന് പറയുന്നത്, ഷാലു എന്ന് 2 പ്രാവശ്യം എനിക്ക് ദൂത് കിട്ടിയിട്ടുള്ളത്. 5-ാം തീയതി കിട്ടിയതാ. അത് പ്രാർത്ഥിച്ചു. നമ്മുടെ യൂട്യൂബിൽ അതിന്റെ ബാക്കിയുണ്ട്. ഒത്തിരി ആ സമയത്ത് ഡിസ്റ്റർബൻസുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് നോക്കുക യൂട്യൂബിൽ കേട്ടോ, അതോട് ബന്ധപ്പെട്ട ആലോചന കേട്ടോ. ഓക്കെ ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യമായി തരട്ടെ. നാളെ നമുക്ക് വുമൻസ് മീറ്റിംഗ് ഉണ്ട് പകല്, UK ടൈം. കഴിഞ്ഞ പ്രാവശ്യം 6:30 അല്ലേ, ആ സമയത്ത് തന്നെയാണ്. ലിങ്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പഴയ ലിങ്ക് തന്നെയാണ്, സെയിം നമ്മുടെ പ്രെയർ ലിങ്ക് തന്നെയാണ്. വുമൻസ് മീറ്റിംഗ് നാളെ ഉണ്ട്. നാളെ നമുക്ക് സൂമിൽ രാത്രിയിൽ പ്രാർത്ഥനയില്ല, വൈകുന്നേരം 6:30 ഉള്ളൂ. സൺഡേ നമുക്ക് പ്രാർത്ഥനയുണ്ട്. തിങ്കളാഴ്ച മുതൽ നമുക്ക് 3 ദിവസത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാത്തതിൻ്റെ കാരണം, ഇപ്പം പുഷ്പാസ് ചോദിച്ചും പറയാത്തതിൻ്റെ കാര്യം, ഞാൻ യാത്രയിൽ അവിടുന്ന് മാക്സിമം ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയും നമുക്ക് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചിലപ്പം നമ്മുടെ സാധാരണ മീറ്റിംഗ് പോലെ അവിടെ ചെല്ലുന്ന അവിടുത്തെ സിറ്റുവേഷൻ, റേഞ്ച് ഇതെല്ലാം അനുസരിച്ചിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കർത്താവ് ഭംഗിയായിട്ട് തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും പ്രാർത്ഥന മുടക്കുന്നില്ല, പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യുക. കർത്താവ് എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് നടക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വൈകിട്ട് അന്യഭാഷ പ്രാർത്ഥനയിൽ